ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവൊന്നും കുഴയ്ക്കാതെയും പരത്താതെയും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഒരു അല്പം ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചീസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ചീസും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോനൈസ് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് വേണ്ടുന്ന ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്നത് വെള്ളമാണ്. 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒരുപാട് അങ്ങ് ചൂടാവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പാനൊന്ന് ചൂടായ ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ 1 തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമുക്ക് നല്ല തിന്നായിട്ടാണ് ഇതിവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് പാനിൻ്റെ ചൂട് കൂടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ചൂടായി വരുമ്പോൾ തന്നെ വേണം നമ്മൾ ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഒരല്പസമയം കഴിയുമ്പം ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇത് സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു പരുവായി വരുമ്പോൾ നമ്മളിതിങ്ങ് എടുക്കണം. ഇപ്പോൾ ഇവിടെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങെടുക്കാം. നമ്മൾ തിരിച്ചൊന്നും ഇടണ്ട, ജസ്റ്റ് ഇങ്ങനൊന്നായി വരുമ്പോൾ ഇങ്ങെടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ചുട്ടെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെയൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് ഇതിന് മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് ഇങ്ങനൊന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിങ്ങനൊന്ന് മടക്കിയെടുക്കുമ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ 4 സൈഡിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ മൈദ പേസ്റ്റ് ഇങ്ങനൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കിതിങ്ങനൊന്ന് മടക്കി നന്നായിട്ട് ഇങ്ങനൊന്ന് ഒട്ടിച്ചിങ്ങെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഫില്ലിങ് വെച്ചൊന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 2-3 എണ്ണം നമുക്ക് ഒരേ സമയം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് നിർത്തിയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കനും മൈദയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.